ഇന്ന് നമ്മൾ സച്ചിനേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇത് നമ്മളെ ദേവൂട്ടനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേവൂട്ടനോട് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു. എല്ലാവരും നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വലിയ പണിയിലാണ്. പച്ചക്കറി കട്ട് ചെയ്യുന്ന പണിയും പിന്നെ അതേപോലെ മറ്റുള്ള ഓരോരോ പണികളിലാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുപ്പൊക്കെ തയ്യാറാക്കി അങ്ങനെ മെല്ലെ കുക്കിങ്ങിലേക്ക് കടക്കുന്ന പരിപാടി. അങ്ങനെ എല്ലാവരും പിന്നെ മെല്ലെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നമ്മളെ പൊന്നാട്ടനാണ്. പൊന്നാട്ടൻ്റെ ശരിക്കുള്ള പേര് ആദർശ്. പൊന്നാട്ടൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ടാണ്. ഇതാണ് പൊന്നാട്ടൻ. ആ വൈറ്റ് ഷർട്ടിട്ടുള്ളതാണ് പൊന്നാട്ടൻ. പൊന്നാട്ടൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരു 70 ആൾക്കൊക്കെ ഇപ്പം അടുത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പം അത്രയും എക്സ്പേർട്ടാണ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ഭണ്ഡാരിയാണ് പൊന്നാട്ടൻ എന്ന് പറയണത്. അങ്ങനെ അവിടെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ മഴ പെയ്തു. അങ്ങനെ മഴ പെയ്തപ്പോൾ ഞങ്ങളൊക്കെ പെട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ മഴേനെ തോൽപ്പിച്ച് അടുപ്പ് ഇവിടെ ഷീറ്റുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി. അങ്ങനെ പൊന്നാട്ടം പിന്നെ അരിയൊക്കെ കഴുകി അങ്ങനെ അരിയൊക്കെ ഇട്ട് അങ്ങനെ ഏകദേശം നെയ്ച്ചോറിൻ്റെ പണികൾ അവിടെ കഴിയാനായി. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കറി നമ്മൾ ലഗോൺ ചിക്കനാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ലഗോൺ ചിക്കന് നല്ല വേവാണ്. ആദ്യം നമ്മൾ ഗ്യാസിൽ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മാറ്റാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ നെയ്ച്ചോറൊക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം വിജീഷേട്ടൻ്റെ അമ്മ ചിക്കന് മസാലയൊക്കെ കൂട്ടി അങ്ങനെ അത് സെറ്റാക്കി വെച്ചു. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് വെന്ത ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി അത് ഇവിടെ അടുപ്പത്ത് നിന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇതാക്കുകയാണ്. അപ്പം മസാലയൊക്കെ സെറ്റാക്കിയത് നമ്മളെ വിജീഷേട്ടൻ്റെ അമ്മയും പിന്നെ ചിക്കൻ കറി വെക്കുന്നത് ദീപിനൊക്കെയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. ഇനി ഒരു കുറേ ട്രോളി അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊരു 15 ആൾക്കാരോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചിക്കൻ കറിയൊക്കെ എല്ലാവരും വിറകൊക്കെ കത്തിച്ച് പിന്നെ ചിക്കൻ വെന്തോന്നൊക്കെ ഓരോരുത്തരിങ്ങനെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പൊന്നേട്ടൻ ഭയങ്കര ടെൻഷനിലാണ് എന്താവും നെയ്ച്ചോറെന്ന്. അങ്ങനെ പിന്നെ നമ്മുടെ വിനുവേട്ടനാണ് ഒഫീഷ്യലായിട്ട് ചിക്കൻ വെന്തോന്നൊക്കെ നോക്കി. അങ്ങനെ എന്താ ലാസ്റ്റ് നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ നെയ്ച്ചോറ് ഇതാ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് പൊന്നേട്ടൻ അത് കറക്റ്റ് വേവല്ലേ എന്നൊക്കെ നമ്മളെ ഭണ്ഡാരി നല്ല വൃത്തിക്ക് നോക്കുകയാണ്. എങ്ങനെയാണ് റൈസൊക്കെ നല്ല വേറിട്ട് നിൽക്കുന്നില്ലേ എന്നൊക്കെ കറക്റ്റ് സെറ്റായെന്നൊക്കെ നോക്കി പിന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രത്തിലേക്ക് പൊന്നേട്ടതെല്ലാം മാറ്റുകയാണ്. അങ്ങനെ പൊന്നേട്ടൻ്റെ നമ്മളെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായി സക്സസ് ആയിരിക്കുകയാണ്. പിന്നെ അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെല്ലെ അകത്തേക്ക് പോയി. അകത്ത് പോയിക്കപ്പോൾ അതാ അവിടെ ബബീഷേട്ടൻ നിൽക്കണം. ബബീഷേട്ടൻ എത്രയും ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നതാണ്. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു കേക്കൊക്കെ മുറിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സച്ചിനേട്ടനും പിന്നെ അതേപോലെ ദേവൂട്ടനും കൂടെ കേക്കൊക്കെ മുറിച്ച്. ദേവൂട്ടന് നല്ല ഇഷ്ടമാണ് കേക്ക് എന്ന് അഞ്ജു ചേച്ചി പറഞ്ഞത്. അഞ്ജു ചേച്ചി എന്ന് വെച്ചാൽ ദേവൂട്ടൻ്റെ അമ്മയാണ് അഞ്ജു ചേച്ചി. ദേവൂട്ടൻ്റെ അച്ഛനാണ് വിജീഷേട്ടൻ. പിന്നെ ദേവൂട്ടൻ്റെ ഏട്ടനാണ് ഇവിടെ നിൽക്കുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട ചിക്കുട്ടൻ എന്നാണ് പേരെന്ന് എനിക്ക് ഓർമ്മ. ഞാൻ ഇവരൊക്കെ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് മക്കളെയൊക്കെ. പക്ഷെ എന്നാലും അത്ര പേരൊന്നും അത്ര ഓർമ്മയില്ല. അങ്ങനെ പിന്നെ എല്ലാവരും സച്ചിനേട്ടനെ കളിയാക്കി. അങ്ങനെ 40ാമത്തെ ബർത്ത്ഡേ ആണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. 40 ഇല്ല കേട്ടോ, 30ഒക്കെ വയസ്സുണ്ടാവുള്ളൂ, 41 വയസ്സൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും പീസായിട്ട് കേക്കൊക്കെ കൊടുത്ത് 2 കേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ ഇരുന്ന് 2 ചെറിയ മക്കളിരുന്ന് ഊഞ്ഞാലടന്ന്. ചെറിയ മക്കളാട്ടോ, LP സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്. അങ്ങനെ വിജീഷേട്ടൻ്റെ മക്കൾക്ക് ആടാൻ വെച്ച് ഊഞ്ഞാലിൽ അവിടെ ഇരുന്ന് ഇതാ അവരിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുന്നത്. പിന്നെ നമ്മളെല്ലാവരും കേക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് അടുത്തത്. അങ്ങനെ പിന്നെ സച്ചിനേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് സച്ചിനേട്ടൻ്റെ മുഖത്തൊക്കെ നമ്മൾ കേക്കൊക്കെ വാരി തേച്ച് അങ്ങനെ സച്ചിനേട്ടന് ഒരു 100 കാലം ഇതേപോലെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ചില്ലായിട്ട് ജീവിക്കാനൊക്കെ പറ്റട്ടെ, എല്ലാ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു. സച്ചിനേട്ടൻ പുതിയ വണ്ടിയൊക്കെ ഇറക്കി. അങ്ങനെ പിന്നെ ഇതാ കുട്ടികളൊക്കെ ഇവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി ആണെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളാണ് ആദ്യം ഇരുന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കാനായിട്ട് കഴിയില്ലായിരുന്നു.
അങ്ങനെ ഞാൻ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മളെ വിജി ചേട്ടൻ, ആ ഷർട്ട് ഇട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് ശ്രീഹരിയാണ്. വിജി ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. വിജി ചേട്ടൻ പിന്നെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സഖാവും അങ്ങനെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് നമ്മൾ ആ സ്ഥലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ അടുത്ത ട്രിപ്പിൽ ഇതാ ഇവരൊക്കെ ഇവിടെ ഇരുന്ന്. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.